തിരിയുന്നില്ല, വായയിലെ പോണ്ടതെന്ന് തിരിയുന്നില്ല. അതല്ലേ കറാമത്ത്. അങ്ങനെ പിന്നെ 37 വന്നപ്പോൾ അത് അവിടെ ഇട്ടുള്ള എനിക്ക് വയ്യ തിരിയുള്ളൂ പറഞ്ഞു. മനസ്സിലായില്ല? അപ്പം അങ്ങനത്തെ കറാമത്തൊക്കെ കാണിച്ച് ഗൈബിൽ നിന്ന് സ്വർണ്ണം ഇങ്ങനെ വാരി പിടിച്ചതായിരിക്കുന്ന മഹദിയാണ് ബഹുമാനപ്പെട്ട റാവിയത്തുൽ അദവിയ എന്ന് പറയുന്ന മഹദി. ഇങ്ങനത്തെ മഹത്തുക്കൾ ആണുങ്ങളും മാത്രമല്ല പെണ്ണുങ്ങളുണ്ട് സ്വർഗത്തിൽ. പെണ്ണുങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ വിലായത്തിൻ്റെ പദവി കരസ്ഥമാക്കിയതായ പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങൾ മാത്രമൊന്നുമല്ല. അങ്ങനെ ഇതിനൊക്കെ 3 കാര്യത്തിന് മറുപടി പറഞ്ഞു തരികയാണെങ്കിൽ അങ്ങനത്തെ ഒരു ഭർത്താവാണ് എനിക്ക് വേണ്ടത്. എവിടുന്നാ ഇങ്ങനത്തെ പുതിയ പെണ്ണ് കിട്ടുക ഈ കാലഘട്ടത്തിൽ? കിട്ടുമോ? അപ്പം അങ്ങനത്തെ ബഹുമാനപ്പെട്ട അസംബശരീതങ്ങളെ സംബന്ധിച്ച് ഇൽമിൻ്റെ ബഹറാണെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹാനാണ്. ചരിത്രം വളരെ വലിയതായിരിക്കുന്ന മഹാൻ. ഒരവസരത്തിൽ ഒരാൾ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് വല്ല ദോഷത്തുനിന്ന് പിന്മാറാൻ പറ്റുന്നില്ല, ദോഷങ്ങളിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ വന്നു പോവുക, ദോഷത്തുനിന്ന് പിന്മാറാൻ പറ്റുന്നില്ല. ഇസ്തിഗ്ഫാർ ചെയ്യിപ്പിച്ചോ, അസ്തഗ്ഫിറുല്ലാഹ്, ദോഷം ചിത്തുനിന്ന് പിന്മാറാൻ ഇസ്തിഗ്ഫാർ പെരിപ്പിച്ചോ എന്ന് ആ മനുഷ്യനോട് പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ ആൾ വേറൊരാൾ പോയിട്ട് ചോദിച്ചു, എനിക്ക് കുടിവെള്ളമില്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്, കൃഷികളൊക്കെ വെള്ളമില്ലാതെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. മൂപ്പരോടും പറഞ്ഞു ഇസ്തിഗ്ഫാർ പെരിപ്പിച്ചോ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പെരിപ്പിച്ചോ. ബഹുമാനികളെ, മുമ്പുള്ള മുഅ്മിനീങ്ങൾക്ക് അങ്ങനത്തെ നാമങ്ങളുണ്ടായിരുന്നു. ഇന്ന് നമുക്കൊക്കെ അങ്ങനത്തെ നാമങ്ങളുണ്ടോ? നമുക്കൊക്കെ പള്ളിയിലിരുന്നിട്ട് മാല മറിച്ചിട്ട് 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറയാനുള്ളതായിരിക്കുന്ന ടൈമുണ്ടോ, സമയമുണ്ടോ? അല്ലേ? നമുക്ക് ജോലിക്ക് പോകണ്ടേ, നമുക്ക് അത് പോകണ്ടേ, അങ്ങോട്ട് പോകണ്ടേ, ഇങ്ങോട്ട് പോകണ്ടേ, തിരക്കല്ലേ. അതിൻ്റെ ഇടയിൽ മറ്റേ മൂപ്പര് വന്നാലെന്താ ചെയ്യുക? കൈമലെത്തി. പിന്നെ ഒരാൾ ചെന്നിട്ട് ചോദിക്കുന്നു, ദാരിദ്ര്യം നീങ്ങിപ്പോകുന്നില്ല. അവരോടും പറഞ്ഞു ഇസ്തിഗ്ഫാർ പെരിപ്പിച്ചു, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പെരിപ്പിച്ചു. വേറെ ആൾ ചെന്നിട്ട് പറഞ്ഞു എനിക്ക് മക്കളില്ലാന്ന്. ആളോടും പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ്, ഇസ്തിഗ്ഫാർ പെരിപ്പിച്ചോ. 4 ആളോടും ഒരു മറുപടി. അപ്പം മൂപ്പര് ശിഷ്യന്മാർ ചോദിച്ചു, അല്ല എന്താ തങ്ങളെ ഇങ്ങനെ എല്ലാവരോടും മറുപടി? അത് പരിശുദ്ധ ഖുർആനാണ്. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. എന്താണ് ഖുർആൻ പറഞ്ഞത്? ഇസ്തിഗ്ഫാർ നിങ്ങൾ പെരുപ്പിച്ചോ, നിങ്ങളെ ദോഷങ്ങൾ പൊറുക്കാനുള്ള വഴി അതൊന്ന് മാത്രമാണെന്ന് പരിശുദ്ധ ഖുർആൻ. വഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. മഴയില്ല, വെള്ളമില്ല എന്ന് പറഞ്ഞ മനുഷ്യനോടും പറഞ്ഞതുകൊണ്ട് യുർസിലിസ്സമാലൈക്കും മിദ്റാറാ. കണ്ടോ? മഴ പെയ്യാത്തത് മനുഷ്യന്മാർക്ക് തൗബയില്ല, ഖൽബില് പാശ്ചാത്താപമില്ല, എന്ത് തെറ്റ് ചെയ്താലും ന്യായീകരിക്കുന്ന അഹങ്കരിക്കുന്ന സ്വഭാവമാണ്. അതുകൊണ്ടാണ് മഴയില്ലാതെ ആയത്. അപ്പോൾ ഇന്നഹു കാന ഗഫാറാ യുർസിലിസ്സമാലൈക്കും മിദ്റാറാ. പിന്നെ വയുംദിദുകും ബിഅംവാലിൻ വബനീൻ. മക്കളിൽ ദാരിദ്ര്യമാണെന്ന് പറഞ്ഞ മനുഷ്യനോടും പറഞ്ഞത് ഇസ്തിഗ്ഫാർ പെരിപ്പിച്ചോ. എന്തുകൊണ്ട്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിട്ടുണ്ട് യംദിദുകും ബിഅംവാലിൻ വബനീൻ. ഹലോ മക്കളെ, അല്ലാഹു നിങ്ങൾക്ക് നിഅമത്ത് ചെയ്യും, മക്കളെ കൊണ്ട് നിഅമത്ത് ചെയ്യും. സാലിഹായിരിക്കുന്ന മക്കളെ തരും. എന്തിനു വേണ്ടിയിട്ട്? അത് ദോഷം പൊറുക്കണം എന്നെങ്കിലേ സാരിയായ മക്കൾ ഉണ്ടാവുള്ളൂ. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, മാലക്കും ലില്ലാഹി ലാ തർജൂന വഖാറാ. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിട്ടില്ലയോ, എന്താണ് നിങ്ങൾ റബ്ബിനക്ക് തായ്മ കാണിക്കാത്തത്? നിങ്ങൾ തെറ്റ് ചെയ്താൽ എന്തുകൊണ്ടാണ് റബ്ബിനോട് തൗബ ചെയ്യാത്തത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ ഭൂമിയിലല്ലേ നിങ്ങൾ പാർക്കുന്നത്? ആ റബ്ബിനോടല്ലയോ നിങ്ങൾ ആവശ്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ വക്കാറത്ത് നിങ്ങൾ അള്ളാഹുവിനക്ക് തായ്മ ചെയ്യാത്തത് എന്ന്? വഖദ് ഖലഖക്കും അത്വാറാ,
നിങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചത് അടുക്കും ചിട്ട എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ആ നിലക്കല്ലേ അള്ളാഹ് നിങ്ങളെ പടച്ചത്. എന്താ ഈ അടുക്കും ചിട്ട? എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത്, ഒരു ആലിമി ജീവിക്കേണ്ടത് എങ്ങനെയാണ്, ഒരു ജാഹിലി ജീവിക്കേണ്ടത് എങ്ങനെയാണ്, ഒരു ആണ് ജീവിക്കേണ്ടത് എങ്ങനെയാണ്, ഒരു പെണ്ണ് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടില്ലേ? അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി ഞാൻ നിസ്കരിച്ചത് എങ്ങനെയാണ്, മൻ സല്ലാ സലാത്തന, എങ്ങനെയാണ് ഞാൻ നിസ്കരിച്ചത്, അല്ലാഹുവിൻ്റെ റസൂൽ എങ്ങനെയാണ് നിസ്കരിച്ചത്, ആ രീതിയിൽ നിങ്ങൾ നിസ്കരിക്കണം. മനസ്സിലായി? ആ രീതി. അങ്ങനെ ആരാണ് നിസ്കരിക്കുന്നത്? ഞാൻ എങ്ങനെയാണ് നോമ്പെടുത്തത്, ഞാൻ എങ്ങനെയാണ് ഉളഹിയത്തറുത്തത്, ഞാൻ എങ്ങനെയാണ് ഹഖീഖത്തറുത്തത്, ഇതൊക്കെ നിങ്ങൾ നോക്കി കണ്ടുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ രീതികൾ നിങ്ങൾ പകർത്തണം എന്ന് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ നോക്കി മനസ്സിലാക്കിയെടുത്തതാ. അപ്പം അതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നോയിരിക്കുന്ന റബ്ബുൽ ഇസ്സത്താണ്. ആ റബ്ബുൽ ഇസ്സത്തിനോട് നിങ്ങൾ തായ്മ കാണിക്കണം, ആ റബ്ബുൽ ഇസ്സത്തിനോട് തായ്മ കാണിക്കണം. അപ്പം ഇങ്ങനെയൊക്കെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് ഇങ്ങനത്തെ മുസ്ലിമീങ്ങളാണ്, ഇങ്ങനെയാണ് മുസ്ലിമീങ്ങൾ ജീവിക്കേണ്ടത്, ഇങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അലി ഇബ്നു അബീ താലിബ് എന്നവരുടെ നിസ്കാരം അത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ നിസ്കാരമാണ്. അത് വിജയിച്ച നിസ്കാരമാണ്, വിജയികളുടെ നിസ്കാരമാണ്. അതുകൊണ്ടാണ് അലി ഇബ്നു അബീ താലിബ് എന്നവരിലേക്ക് പോകുന്നത്. നിസ്കരിക്കുമ്പോൾ ഭക്ഷണം, നല്ല ഭക്ഷണം, മുആവിയാൻ്റെ ഭക്ഷണമാണ്, അതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. യുദ്ധം നടക്കുന്ന സമയത്ത് സഫീന മലൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത്, രണ്ടും പാർട്ടിയും മുസ്ലിമാണ്, മുസ്ലിമീങ്ങൾ തമ്മിലാണ് യുദ്ധം ചെയ്യുന്നത്. അത് അല്ലാഹുവിൻ്റെ റസൂൽ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇദൽ തഖൽ മുസ്ലിമാൻ ഫൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്താൽ രണ്ട് പാർട്ടിയും നരകത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്തുകൊണ്ടാണ്? നബിയെ കൊന്നോനെ നരകത്തിലാണെന്ന കാര്യം ശരിയാണ്. മരിച്ചവൻ എങ്ങനെയാണ് നിരപരാധി നരകത്തിൽ കിടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അഷ്റഫുൽ ഖൽഖ് പറയുന്നു, കൊന്നോൻ്റെ നെയ്യത്ത് മറ്റവനെ കൊല്ലണമെന്നാണ്, മരിച്ചോൻ്റെ നെയ്യത്തും ഇവനെ കൊല്ലണമെന്നാണ്. രണ്ട് കൂട്ടരെയും നെയ്യത്ത് ഒന്നാണ്. അതുകൊണ്ട് ഫൽ ഖാതിൽ വൽ മഖ്തൂലു ഫിന്നാർ. അങ്ങനെയല്ല ഇപ്പോൾ വൈരാഗ്യം. ഇതിനല്ലേ നമുക്ക് വർഗീയതയും തീവ്രവാദമൊന്നും വേണ്ട എന്ന് പറയുന്നത്, പരസ്പരം വൈരാഗ്യമൊന്നും വേണ്ട എന്ന് പറയുന്നത്. ഒരു മുസ്ലിം ഒരു മുസ്ലിമിനെ കണ്ടു കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അല്ലേ ഇതല്ലേ പറയേണ്ടത്. ഒന്നും ചുരുക്കി പറയുകയാണെങ്കിൽ അസ്സലാമു അലൈക്കും, അസ്സാമു അലൈക്കും എന്ന് പറയുന്നത്. ചില ആൾ അങ്ങനെ പറയും, അസ്സാമു എന്ന് പറഞ്ഞാൽ മൗത്ത് എന്നാണ്. എനിക്കെന്നെ 1000 അനുഭവങ്ങളാണ്. ചില ആൾ സലാം പറയുമ്പോൾ അസ്സാമു അലൈക്കും, അസ്സാമു അലൈക്കും എന്ന്. സാം എന്ന് പറഞ്ഞാൽ മൗത്ത് എന്നാണ്. വേമരിച്ചിട്ട് അസ്സലാമു അല്ലാഹുവിൻ്റെ രക്ഷ അലൈക്കും നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. അത് പറയുമ്പോൾ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനിക്ക് പറയുമ്പോൾ അവൻ്റെ 2 ചുമലിലുള്ളതായിരിക്കുന്ന മലായിക്കത്തിനെയും കൂട്ടി ഉൾപ്പെടുത്തി പറയണം. ഒരു മുസ്ലിം നിസ്കരിക്കുന്ന സമയത്ത് വലത്തോട് സലാം വീട്ടുമ്പോൾ വലഭാഗത്ത് മലായിക്കത്തീങ്ങളുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്, ജിന്നുകളുണ്ട്. അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സലാം പറയുന്ന സമയത്ത്, സലാം വീട്ടുന്ന സമയത്ത് ആദ്യം അസ്സലാമു അലൈക്കും എന്ന് നമ്മളെ ചുമലിലേക്ക് ഇശാറത്ത് ചെയ്തുകൊണ്ടാണ് ആദ്യം പറയുക. ആരാണത്? അത് നമ്മളെ ചുമലിരിക്കുന്ന മലായിക്കത്ത്, നമ്മളുടെ നന്മ എഴുതുന്ന മലായിക്കത്തിൻ്റെ ഇവിടെ. ആ മലായിക്കത്തിനാണ് അസ്സലാമു അലൈക്കും എന്ന് ആദ്യം പറയുന്നത്. വറഹ്മത്തുള്ളാഹ് അത് വലഭാഗത്തിരിക്കുന്ന മലായിക്കത്തീങ്ങളും ജിന്നുകളും മുസ്ലിമീങ്ങളും സഫിലിരിക്കുന്നവർ. ഇതാണ്. ഇടഭാഗത്തിലേക്ക് സലാം വിട്ടുമ്പോഴും അതേപോലെ തന്നെ നമ്മളെ തിന്മകളെ എഴുതുന്ന മലക്കുണ്ട് ഇവിടെ. ആ മലക്ക് നമ്മളോട് വളരെയധികം സ്നേഹം കാണിക്കുന്നുണ്ട്. ഒരു മുസ്ലിമായിരിക്കുന്ന മനുഷ്യനൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്കും, കുറച്ച് ക്ഷമിക്കും.
ഇവൻ തൗബ ചെയ്യുന്നുണ്ടോ, ഇസ്തിഗ്ഫാർ പറയുന്നുണ്ടോ എന്ന്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നുണ്ടോ എന്ന് ആ മലായിക്കത്ത് ക്ഷമിക്കുന്നുണ്ട്, കാത്തിരിക്കുന്നുണ്ട്. അപ്പം ആ മലക്കും നമുക്ക് ഗുണം ചെയ്യുന്ന മലായിക്കത്താണ് അല്ലേ? അപ്പം അല്ലാഹുവിൻ്റെ മലായിക്കത്ത് അവർ അല്ലാഹു ഏൽപ്പിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് ചെയ്തു. മാത്രമല്ല ഒരു മുസ്ലിം ഒരു തെറ്റ് ചെയ്താൽ ഒരു കുറ്റം തെറ്റ് മാത്രമേ അവർ എഴുതപ്പെടൂ. റഹ്മത്തിൻ്റെ മലായിക്കത്ത്, വലത്തുഭാഗത്തിരിക്കുന്ന മലായിക്കത്ത്, അത് പിന്നെ ഒരു ഗുണം ചെയ്താൽ ആ ഗുണത്തിൻ്റെ ഫലമനുസരിച്ചിട്ട് കൊണ്ടാണ്. അത് 1-ന് 10, പിന്നെ 70, 700, 70,000 ഒക്കെ ഇതും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ചില മുഅ്മിനീങ്ങൾ ഒരു ഗുണം ചെയ്താൽ അത് 1-ന് 10 ഇരട്ടി കൊടുക്കേണ്ടവരായിരിക്കും. ചിലവർ 1 ചെയ്താൽ 1-ന് 1 കൊടുക്കേണ്ടവരായിരിക്കും. ചിലവർ 1 ചെയ്താൽ 1,00,000 കൊടുക്കേണ്ടതായിരിക്കും. പരിശുദ്ധ ഹറമിൽ വെച്ചുകൊണ്ടൊരു സുബ്ഹാനല്ലാഹ് എന്നൊരു മുഅ്മിനായ മനുഷ്യൻ പറഞ്ഞാൽ 1,00,000 എഴുതപ്പെടും എന്ന്. പരിശുദ്ധമായിരിക്കുന്ന മദീനയിൽ വെച്ചുകൊണ്ട് ഒരാൾ ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ 1000 എഴുതപ്പെടുമെന്ന്. അതിന് ബഹുമാനപ്പെട്ട മഹത്തുക്കൾ പറയുന്നുണ്ടെന്ന്. അത് അഷ്റഫുൽ ഖൽഖ് അവിടെ കിടക്കുന്നതിൻ്റെ മുമ്പാണ് 1,000 എന്ന് പറഞ്ഞത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തെല്ലാം പഠിക്കരുത്. അപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കിടക്കുന്നതിൻ്റെ മുമ്പാണ് 1-ന് 1000 എന്ന് പറയപ്പെട്ടത്. നേരെ മറിച്ച് അഷ്റഫുൽ ഖൽഖിൻ്റെ കാരണമല്ലയോ പരിശുദ്ധ മക്കയിലൊക്കെ വെച്ചുകൊണ്ട് 1-ന് 1,00,000 ഉണ്ടാകാൻ കാരണം എന്തുകൊണ്ടാണ്? ആ പ്രവാചകം അവരെ ജനിച്ചത് കൊണ്ട്, അവിടെ ജനിച്ചത് കൊണ്ടാണ്. നബിയുനാ മുഹമ്മദുൻ ഖദ് ഉർസില ലിൽ ആലമീന റഹ്മതൻ വ ഫാളില മൗലിദുഹു ബി മക്കത്തൽ ആമീന വഫാതുഹു ബി തൈബത്തിൽ മദീന أتم قبل الوحي 40 وعمره قد جاوز 60. ഇതാണ് നമ്മളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗലീദുഹു ബി മക്കത്തൽ ആമീന അല്ലേ? മക്കത്താണ് അഷ്റഫുൽ ഖൽഖിനെ പ്രസവിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് അവിടെ ബഹുമാനം ഉണ്ടായത്. ആ ബഹുമാനത്തിൻ്റെ പേരിലാണ് അവിടെ അല്ലാഹു 1-ന് 1,00,000 കൊണ്ട് വർദ്ധിപ്പിച്ചത്. വഫാതുഹു ബി തൈബത്തിൽ മദീന, അഷ്റഫുൽ ഖൽഖ് വഫാത്തായത് ആ 100 പ്രകാശം കൊണ്ടുപോയത്. ആ 100ക്ക് 100 പ്രകാശങ്ങൾ കൊണ്ടുപോയി വെച്ചത് മദീനയിലാണ്. അത് ഇൽമിൻ്റെ മദീനത്തുൽ ഇൽമി വലിയും ബാബുഹ എന്ന് പറയപ്പെട്ട് ഒരു ഇൽമിൻ്റെ ലോകത്താണ്. അല്ലാഹുവിൻ്റെ ഇൽമെന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ നൂറ്, അല്ലാഹുവിൻ്റെ പ്രകാശം. അതാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞത്, ഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖാ വനൂറുല്ലാഹി ലാ യുതാ ലിആസി. ഇൽമു എന്ന് പറയുന്നതായിരിക്കുന്ന പ്രകാശം അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ അടുത്ത് വന്നതാണ്. അത് അഷ്റഫുൽ അല്ലാഹുവിൻ്റെ പ്രകാശം മലാമാകുന്ന ജിസ്മുൻ നൂറാനിയും യതസക്കലു ബി അഷ്കാലിൻ മുഖ്തലിഫ എന്ന് പറഞ്ഞ് അല്ലാഹുവിൻ്റെ നൂറാനിയത്ത് കൊണ്ട് അടക്കപ്പെട്ട മലായിക്കത്ത് കൊണ്ടുവന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂല് നൂറാകുന്ന പ്രകാശം കൊണ്ട് പടക്കപ്പെട്ടതായിരിക്കുന്ന നബിക്ക് കൊടുത്തതായിരിക്കുന്ന ഇൽമാണ് അല്ലേ? അതല്ലേ ഇൽമിൻ്റെ പാരമ്പര്യം അല്ലേ? ഉഖ്റവിയായിരിക്കുന്ന ആലിമ് ആരാ? ഉഖ്റവിയായ ആലിമ് ദീനിൻ്റെ മേഖലയിൽ മൻയുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. ഹിദായത്ത് കൊണ്ട്, അള്ളാഹുവിൻ്റെ ഹിദായത്ത് കൊണ്ട് ദീനിൻ്റെ മേഖലയിൽ മുന്നോട്ട് കുതിക്കുന്നവരാണ് ഉഖ്റവിയായിരിക്കുന്ന ആലിമീങ്ങൾ. ദീനിൻ്റെ മേഖലയിൽ അവർ പ്രവേശിച്ചാൽ അത് നശിച്ചു പോകൂല. അള്ളാഹ് പറഞ്ഞത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അത് മൗലവിമാർക്കേ തിരിയുള്ളൂ. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ട്. മാതൃക പുരുഷനാണ്. ആ മനുഷ്യൻ്റെ ജീവിതം നിങ്ങൾ പകർത്തണം.
എന്നിട്ട് നിങ്ങളിലേക്ക് പകർത്തിയെടുത്തിട്ട് അതുകൊണ്ട് നിങ്ങൾ ദീനിനെയും ദീൻ കുടുംബത്തിനെയും നിങ്ങളുടെ നാട്ടിനെയും വീട്ടിനെയും ഒക്കെ നിയന്ത്രിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ. ആരോടാ പറയുന്നത്? നിങ്ങൾക്ക് മാതൃകയുണ്ട്. ആർക്ക്? നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ലിമൻ കാന യർജുല്ലാഹ, അല്ലാഹുവിൻ്റെ ലിഖാഇനെ ആഗ്രഹിച്ചുകൊണ്ട്, അല്ലാഹുവിനെ അറിയാൻ വേണ്ടിയിട്ട് ഇബാദത്തെടുക്കുന്ന മനുഷ്യൻ. അല്ലാഹുവിനെ അറിയാൻ വേണ്ടി ഇബാദത്തെടുക്കുക, അല്ലാഹുവിൻ്റെ പൊരുത്തത്തിനെ ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്തെടുക്കുക. അല്ലാഹുവിൻ്റെ മഹ്ശറിൽ വെച്ചുകൊണ്ട് നമുക്ക് അല്ലാഹുവിൻ്റെ റബ്ബിൻ്റെ മുഖം. അതുകൊണ്ടല്ലേ ബഹുമാനികളെ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് വജ്ജഹ്തു വജ്ഹിയാ, പടച്ചവനെ എൻ്റെ വജ്ഹിനെ നിൻ്റെ വജ്ഹിലേക്ക്, എൻ്റെ വജ്ഹ് അല്ലാഹുവിൻ്റെ മുഖമല്ല. അപ്പോൾ പിന്നെ എവിടുക്ക? അല്ലാഹുവിൻ്റെ ദാത്തിലേക്ക്, അല്ലാഹുവിൻ്റെ നൂറിലേക്ക്, അല്ലാഹുവിൻ്റെ ദാത്ത്, അഷ്റഫുൽ ഖൽഖിൻ്റെ ദാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയല്ലേ അതിൻ്റെ റൂട്ട്? അങ്ങനെയല്ലേ? അതല്ലേ നാഷണൽ ഹൈവേയും എക്സ്പ്രസ് ഹൈവേയൊക്കെ? അല്ലാഹുവിൻ്റെ റൂട്ട് അല്ലാഹുവിലേക്ക്, അതാണ്. അങ്ങനെയാണ്. അപ്പോൾ വജ്ജഹ്തു വജ്ഹിയാ ലില്ലദീ വജ്ജഹ്തു വജ്ഹിയാ എന്ന് പറയുന്നത് വലിയ സംഗതിയാണ്. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് വജ്ഹത്ത് ഓതുമ്പോൾ ഇത് മയ്യത്ത് നിസ്കാരമല്ലാത്ത എല്ലാ നിസ്കാരത്തിലും സുന്നത്തുള്ള കാര്യമാണ്. അഷ്റഫുൽ ഖൽഖ് ചെയ്തതായിരിക്കുന്ന കാര്യമാണ്. വജ്ജഹ്തു വജ്ഹിയാ, പടച്ചവനെ എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ നിസ്കരിക്കുന്ന സമയത്തൊക്കെ എൻ്റെ വജ്ഹിനെ, എൻ്റെ ദാത്തിനെ നിൻ്റെ വജ്ഹിലേക്ക് ഞാൻ മുന്നടിക്കുന്നു, നിൻ്റെ നൂറാനിയത്തിലേക്ക് മുന്നടിക്കുന്നു. ഞാൻ നിന്നെ കാണുന്നില്ലെങ്കിലും നീ എന്നെ കാണുന്നു റബ്ബേ എന്നുള്ളതായിരിക്കുന്ന വിശ്വാസത്തോടു കൂടിയാണ് ഒരു മുസ്ലിം നിസ്കരിക്കേണ്ടത്. ഞാൻ നിന്നെ കാണുന്നില്ലെങ്കിലും നീ എന്നെ കാണുന്നുണ്ട്, അതാണ് മുറാഖബ. അപ്പം ആ രീതിയിൽ ഒരു മനുഷ്യൻ നിസ്കരിക്കുന്ന എന്തിനാണ്? പടച്ചവനെ മഹ്ശറിൽ അവിടെ നിൻ്റെ അധികാരം മാത്രമാണ്, വേറെ ആരും നടക്കില്ല. അങ്ങനത്തെ ലോകത്ത് നിൻ്റെ വജുഹൊന്ന് കാണാൻ, നിൻ്റെ മുഖമൊന്ന് കാണാൻ അള്ളാഹുവിനെ കാണലല്ല, അറിയല. ഖൽബ് കൊണ്ടിട്ട് അറിയാ, കണ്ണുകൊണ്ടിട്ട് കാണൂല. അള്ളാഹുവിൻ്റെ മഹത്തുക്കളെയല്ലാതെ, അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ കൂടിയല്ലാതെ നമുക്ക് അള്ളാഹുവിനെ അറിയാൻ സാധ്യമല്ല. മനസ്സിലായില്ലേ? നമ്മൾ നേരത്തെ നോക്കി എന്താ നമുക്ക് കാണുന്ന? അള്ളാഹുവിൻ്റെ മഹത്തുക്കളാണ് അതിൻ്റെ ആൾക്കാർ അല്ലേ? അതിനൊക്കെ വലിയ വിഷയമാണ്. അപ്പം അങ്ങനെ വജ്ജഹ്തു വജ്ഹിയാ, പടച്ചവനെ എൻ്റെ ദാത്തിനെ നിൻ്റെ ദാത്തിലേക്ക്, എൻ്റെ നൂറ് നിൻ്റെ പ്രകാശം, അള്ളാഹുവിൻ്റെ പ്രകാശമാണ്, അതിലേക്ക് മുന്നിടുക. പിന്നെ നമ്മൾ അതും ഇതും വിചാരിക്കാനും പാടില്ല. ആ നിസ്കാരം നമ്മൾ ചെയ്ത് അങ്ങനെ അങ്ങോട്ട് സുജൂദ് ചെയ്താൽ അള്ളാഹുവിൻ്റെ റബ്ബിൻ്റെ അർശിൻ്റെ ചോട്ടിലാണ് നമ്മൾ സുജൂദ് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഒരവസരത്തിൽ ബഹുമാനപ്പെട്ട അബൂദർ എന്നവരോട് ചോദിക്കുന്നു. ഇമാം ബുഖാരി തങ്ങൾ റിവായത്ത് ചെയ്യുന്ന ചരിത്രമാണ്. വൈകുന്നേരം ആകുന്ന സമയത്ത് ചോദിക്കുന്ന, സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനാകുമ്പോൾ ചോദിക്കുന്നു, അല്ലയോ അബൂദറെ, ആ സൂര്യൻ എവിടത്തേക്കാണ് പോകുന്നത് നിനക്കറിയോ? അഷ്റഫുൽ ഖൽഖിൻ്റെ ഉമ്മത്തീങ്ങൾ സഹാബത്ത് അറിയുന്ന കാര്യമാണെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അറിയുന്നു പറയില്ല. അല്ലാഹു റസൂലുഹു അഅലം. അതാണ് അദബ്. മനസ്സിലായില്ലേ? അതാണൊരു ഗുരുനാഥൻ്റെയും ഉസ്താദിൻ്റെയും ശിഷ്യന്മാരുടെയും മതപദ. അങ്ങനെ അല്ലാഹു റസൂലുഹു അഅലം അങ്ങനെ പറഞ്ഞപ്പോൾ അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു കൊടുക്കുന്നു, ആ സൂര്യൻ പോകുന്നത് അല്ലാഹുവിൻ്റെ അർശിൻ്റെ ചുവട്ടിലേക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടിയാണ്. ഇമാം ബുഖാരി തങ്ങൾ റിവായത്ത് ചെയ്ത ഹദീസാണ്. അങ്ങനെ സൂര്യൻ സുജൂദ് ചെയ്തിട്ട് അവിടുന്ന് സുജൂദ് ചെയ്ത് പിന്നെ നാളത്തെ കാര്യം അത് തീരുമാനിക്കും. അള്ളാഹു അവിടുന്ന് തീരുമാനിക്കുന്ന ഓരോ ദിവസവും അല്ലാഹുവിൻ്റെ അർശിൻ്റെ ചുവട്ടിൽ സുജൂദ് ചെയ്തിട്ട് അവിടുന്ന് പിന്നെ ചലിക്കണോ, നാളെ ഉദിക്കണ്ടേ, അവിടുന്നാണ് തീരുമാനം കൊടുക്കുക. ഓരോ ദിവസവും അല്ലാഹു റബ്ബുൽ ഇസ്സത്തുമായിട്ട് ബന്ധപ്പെട്ട അല്ലാഹുവിൻ്റെ കൊട്ടാരത്തിൻ്റെ ചുവട്ടിൽ പോയിട്ട് സുജൂദ് ചെയ്തിട്ട് പിന്നെയാണ് റബ്ബുൽ ഇസ്സത്തിൻ്റെ കടപ്പാടോടുകൂടി ചലിക്കുന്ന സൂര്യനാണ്. ആ സൂര്യനല്ലേ നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, അലംതറൂ കൈഫ ഖലഖല്ലാഹു സബ്അ സമാവാതിൻ തിബാഖാ വജഅലൽ ഖമറ ഫീഹിന്ന നൂറാ
വജഅല ശംസ സിറാജാ. ഏഴ് ആകാശങ്ങളെ അള്ളാഹു പടച്ചു, അതിലൊക്കെ നൂറായിട്ട് പ്രകാശമായിട്ട് ഖമറിനെ അള്ളാഹു പടച്ചു. ഏഴ് ആകാശത്ത് കൂടി ഒരു ഖമറ പരിശുദ്ധ ഖുർആൻ. വജഅല ശംസ സിറാജ, സൂര്യത്തിന് ഏഴ് ആകാശത്തും പ്രകാശം കൊടുക്കാനും ഭൂമിക്കും കൂടി പ്രകാശം കൊടുക്കാൻ വേണ്ടിയിട്ട് സൂര്യത്തിനെ അള്ളാഹു പടച്ചു. അപ്പം അങ്ങനത്തെ സൂര്യൻ ഓരോ ദിവസവും ഇവിടെ ചലിക്കുന്നത്, അത് അർശിൻ്റെ ചോട്ടിൽ വൈകുന്നേരം ആകുമ്പോൾ അവിടെ പോയിട്ട് സുജൂദ് ചെയ്തിട്ട് അള്ളാഹിൻ്റെ സമ്മതം വാങ്ങിയിട്ടാണ് പടച്ചോനെ ഞാൻ എങ്ങനെ എന്താ വേണ്ടത് എന്ന് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുന്നു. അള്ളാഹ് പറയും അങ്ങനെ പൊയ്ക്കോ, അനി അവിടെ എത്തിച്ചോ. അതാണ് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു. എന്നിട്ട് വശംസു തജ്രി മുസ്തഖറില്ല, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് ദിവസം സൂര്യൻ ചലിക്കുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ. ഒരു ദിവസം അതങ്ങോട്ട് ഗ്രഹണം പറ്റിപ്പോയ എന്തായിരിക്കും ബഹുമാനികൾ? ഖിയാമത്ത് നാളാകുമ്പോൾ സൂര്യനൊക്കെ ഉണ്ട് മങ്ങിപ്പോകും. 70 ദിവസമൊക്കെ കഴിയുമ്പോൾ ഒന്നിങ്ങനെ വെളിച്ചം പോലെ തോന്നുമ്പോൾ ജനങ്ങളൊക്കെ ആകെ ഇങ്ങനെ കൊട്ടിക്കോശിക്കും. 100 കാണാൻ പ്രകാശം അല്ലേ? സൂര്യഗ്രഹണമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഖമറിൻ്റെ ഗ്രഹണമുണ്ടാകുമ്പോൾ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുഖത്തിനാകമാനം പകർച്ചയുണ്ടായിരുന്നു, തഹയ്യുറുണ്ടായിരുന്നു. എന്താണ് സംഭവിക്കുക? ഞാനും ഖിയാമത്ത് നാളും ഹാക്കദ. അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി പറഞ്ഞതെന്താണ്? ഞാനും ഖിയാമത്ത് നാളും ഹാക്കദ എന്ന്, ഇത്ര അടുത്തിട്ടാണ് ഉള്ളത് എന്ന്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ ബഹുമാനപ്പെട്ട സ്വഹാബത്തിൻ്റെ ബേജാറാണ്. അഷ്റഫുൽ ഖൽഖിൻ്റെ മുഖത്തിൻ്റെ പകർച്ച കാണുമ്പോൾ ബഹുമാനപ്പെട്ട സ്വഹാബത്തിൻ്റെ ബേജാറാണ്. എന്തുകൊണ്ട്? അഷ്റഫുൽ ഖൽഖ് പഠിപ്പിച്ചിട്ടുണ്ട് സ്വഹാബത്തിന്, ഞാനും ഖിയാമത്ത് നാളും ഹാക്കദ. ഒരവസരത്തിൽ വാള് പറഞ്ഞു കൊടുക്കുമ്പോൾ പറയുന്ന ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞ സൂറ് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടതായിരിക്കുന്ന മലായികത്ത് സൂറെന്ന കാളം വായിൽ വെച്ചിട്ട് തൊള്ളയിൽ വെച്ചിട്ട് 2 കാതുകൊണ്ടും കേട്ടിരിക്കുകയാണ്, ഓർത്തിരിക്കുകയാണ്. എപ്പോഴാണ് അല്ലാഹുവിൻ്റെ കൽപ്പന വരുന്നത്? ഊതാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തുള്ള വിവരമുണ്ട് മോമിനീങ്ങളെ. നമ്മുടെ മഹാന്മാർ, നമ്മുടെ മശായിഖന്മാരൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടിട്ടല്ലയോ നമ്മളെ നിയന്ത്രിക്കുന്നത്? നമ്മളടുത്ത് വല്ല വിവരങ്ങളുണ്ടോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ അടുത്ത് കിടക്കുന്ന കാര്യങ്ങളൊക്കെ അവരൊക്കെ കണ്ടുകൊണ്ടല്ലേ അവർ നമ്മളെ കാര്യങ്ങളൊക്കെ അവർ നിയന്ത്രിക്കുന്നത്. നമ്മളെപ്പോഴാണ് മരിക്കുക, എന്നാണ് മരിക്കുക, എവിടുന്നാ മരിക്കുക എന്നൊക്കെ ഓല് കാണുന്നുണ്ടാവും. ബഹുമാനപ്പെട്ട മൗലാൻ്റെ അടുത്ത് ഒരാളൊരുക്കി ചെന്നപ്പോൾ ചോദിച്ചു, സഫറിലാണല്ലോ എന്ന് പറഞ്ഞു. മനുഷ്യൻ കുറച്ച് തോനെ താമസം മണിക്കൂറുകളെ കൊണ്ട് മയ്യത്തായി. എന്താ സഫർ? ഇതാണ് മഹാന്മാർ, അല്ലാഹുവിൻ്റെ മഹത്തുക്കൾ അല്ലേ? എന്താ സഫർ? മരിക്കാനായിട്ടുണ്ട് എന്നാണ്, മനസ്സിലായില്ലേ? അപ്പം ഇതൊക്കെ നമ്മളടുത്ത് വല്ല വിവരമുണ്ടോ? നമുക്ക് പോയ ബുദ്ധിമുട്ടും ബേജാറും പറയാനൊക്കെ നമ്മൾ പോവുക. ഉസ്താദിനെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടിട്ടി നമുക്ക് അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു. ഉസ്താദ് നിങ്ങളെ കാര്യത്തിൽ തന്നെയാണ്. പഠിച്ചവനെ മോമിനീങ്ങൾക്ക് ദീനിൻ്റെ നമ്മളുടെ മുഹിബ്ബീങ്ങളായിരിക്കുന്ന മോമിനീങ്ങൾ. ഇപ്പം നിങ്ങൾക്ക് അറിയാം, ഞാൻ ഇങ്ങോട്ട് വന്ന് ലേശം വിശ്രമിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചത്. പക്ഷെ എനിക്ക് തോന്നി നിങ്ങളെ വിഷമം, ഞാനിവിടെ ഇല്ലാത്ത വിഷമം, അതെനിക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കിയപ്പോൾ ഞാൻ വേഗം വന്നതാണ്. അപ്പം ഇതാണല്ലോ മോമിനീങ്ങളുടെ അവസ്ഥ. അപ്പം നിങ്ങൾക്ക് അങ്ങോട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഒരു ചാണുണ്ടെങ്കിൽ ഒരു മുഴങ്ങ് എനിക്ക് നിങ്ങളോട് അങ്ങോട്ടുണ്ടാവും. അത്രയും നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവനാണ് ഞാൻ അല്ലേ? അപ്പം നിങ്ങൾക്ക് ആഫത്ത് വരരുത്, മുസീബത്ത് വരരുത്. നിങ്ങളെ കാര്യങ്ങളൊക്കെ സന്തോഷത്തിലാവണം എന്നാണല്ലേ വിചാരിക്കും. നിങ്ങൾ പറയൊന്നും വേണ്ട, നിങ്ങളൊന്നും കണ്ണീന് ചാണൽ വേർക്കണം, അസ്സലാമലൈക്കും വേർക്കണം പറയേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? അങ്ങനെയാണ് അതിൻ്റെ വകുപ്പ്. ഞാൻ ഇത്രത്തോളം നിങ്ങളെപ്പറ്റി ചിന്തിക്കും. എപ്പോഴും
എനിക്ക് വേറൊന്നും എനിക്കില്ലല്ലോ, എനിക്ക് ഇതിൻ്റെ കാര്യം നിങ്ങളെ മോമിനീങ്ങളായ നിങ്ങളെ കാര്യവും നമ്മളെ സ്ഥാപനത്തിൻ്റെ കാര്യവും ദീനിൻ്റെ കാര്യവും അല്ലാതെ പടച്ചവനെ അത് അള്ളാഹുവിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അത് നല്ല നിലയിലാവണം എന്നുള്ളൊരു ഉദ്ദേശമാണ് അല്ലേ. അപ്പം അതിനെ സഹായിക്കുന്ന മോമിനീങ്ങൾക്ക്, മുത്തുമോമിനീങ്ങൾക്ക് അള്ളാഹു അവരെ ബുദ്ധിമുട്ടിലാക്കരുത്. അള്ളാഹു റഹ്മത്ത് ചെയ്യണം, ബർക്കത്ത് ചെയ്യണം. അവർക്ക് ഇടങ്ങേറ് മുസീബത്തുണ്ടായത് നല്ല റാഹത്തിൽ അവർ മരിച്ചു പോകണം. എൻ്റെ മുഖം കണ്ടവരെ, എൻ്റെ വീട്ടിൽ എൻ്റെ പടി കയറിയവരൊക്കെ നല്ല നിലയിൽ ജീവിച്ച് നല്ല നിലയിൽ മരിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. അത് നിങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ നന്നാവണം എന്നുള്ളൊരു ഉദ്ദേശം മാത്രമുള്ളൊരു മനുഷ്യനാണ്. അത്ര നിങ്ങളെ കാര്യത്തിൽ ചിന്തിക്കുന്ന ആളാണ്. ഇത് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാരമ്പര്യമാണ്. അതാണ് നമുക്ക് വേണ്ടത്. മദീനത്തുള്ള സുഫത്തിൻ്റെ അഹിലുകാരൊക്കെ പട്ടിണി കിടക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിന് വല്ലാത്ത വിഷമങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ദീനിൻ്റെ മേഖല വളരെയധികം വിലപിടിച്ചതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ സാധുവായിരിക്കും ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരു നേരം ചോറ് കിട്ടായിട്ട് കരഞ്ഞ എത്രയോ ചരിത്രങ്ങൾ എൻ്റെ ഗുരുതനാഥന്മാർക്കറിയാം. ഒരു നേരം ചോറ് വയ്ക്കാൻ കിട്ടായിട്ട് ഞാൻ കാരക്കുന്നിൽ ഓതുന്ന സമയത്ത് 1.5 കൊല്ലം ഒരു ഉസ്താദിൻ്റെ നന്മ മാത്രം നോക്കി പോയ സ്ഥലമുണ്ടായിരുന്നു. ഉടുതുണിക്ക് മറുതുണിയില്ലായിട്ട് രാത്രി ഒരു ഉള്ളിച്ചാക്കെടുത്തിട്ട് അത് തിരുമ്പി വെളുപ്പിച്ചിട്ട് അത് മൂട്ടിയിട്ട് അതായിരുന്നു രാത്രി മാറ്റിയിരുത്തുന്നു. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിയിട്ട് അതേപോലെ വയനാട്ടിൽ ചുണ്ടിയിൽ പോയിട്ട് നോമ്പ് ഇറക്കാൻ എങ്ങനെയോ അവിടെ എത്തി. അവിടുന്ന് നല്ല തേങ്ങട്ട കഞ്ഞിയും നല്ല മട്ടരിൻ്റെ നെല്ലുത്തിയാരിൻ്റെ കഞ്ഞിയും കുടിച്ചിട്ട് നോമ്പും നോറ്റിട്ട് തളർന്ന് നോമ്പും തുറന്ന് വയറ് നിറച്ച് കുടിച്ചിട്ട് ബോധം കെട്ടുപോയി. സുബഹിസ്കാരമാകുന്ന സമയത്തിലാണ് എനിക്ക് ബോധമുണ്ടായത്. അങ്ങനത്തെ ആ രീതിയായിരുന്നു പണ്ടുള്ളതായിരിക്കുന്ന കാലം. മനസ്സിലാക്കണം, മനസ്സിലായില്ലേ? ഇന്നിപ്പോൾ അങ്ങനത്തെ വല്ല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിയിട്ട് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുഫത്തിൻ്റെ അഹിലുകാരാവുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ ദീനിനെ പഠിക്കുന്നവരാണ്, അവർ ഇൽമിനെ പഠിക്കുന്നവരാണ്. അപ്പം അവരുടെ കാര്യത്തിൽ അവരുടെ വിജയമാണ് ലോകത്തിൻ്റെ വിജയം. അവിടുത്തെ ദർസാണ്, മദീനത്തെ ദർസാണ് ഇന്നും ഓരോരുത്തരും ഇവിടെ എടുത്തു പറയുന്നതായിരിക്കുന്ന ദർസ്. ആ വകുപ്പിൽ കൂടിയാണ് നമ്മളെ മഖദൂനങ്ങളുടെ ദർസൊക്കെ വന്നത്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനത്തേതായിരിക്കുന്ന നിലക്കാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ദീനിനെ പറ്റി ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞത് വഖാല ലിൽ മുനൂറുല്ലാഹി ഹഖാ വനൂറുല്ലാഹി ലാ യുഅതാ ലിആസി. അപ്പോൾ അള്ളാഹുവിൻ്റെ നൂറാനിയത്താകുന്ന ഇൽമെന്ന പ്രകാശം കിട്ടണമെങ്കിൽ, നമുക്ക് ലഭ്യമാവണമെങ്കിൽ നമ്മളുടെ കുരുത്തവും പൊരുത്തവും നമ്മളുടെ അതവും മര്യാദയൊക്കെ എത്ര വേണം ബഹുമാനികളെ, അല്ലേ? അള്ളാഹിൻ്റെ നൂറ് കിട്ടണമെങ്കിൽ അല്ലേ? അപ്പം അങ്ങനെയല്ലേ നമ്മൾ വേണ്ടത്? അത്രയും ബുദ്ധിമുട്ടും വിഷമത്തിലാണല്ലോ നമ്മളെ കുട്ടികളൊക്കെ നമ്മൾ വളർത്തുന്നത്. അത് വിചാരിച്ചിട്ട് നിങ്ങൾ ഓരോ വല്ലാണ്ട് തല ഇരുമ്പൊക്കെ എടുത്തിട്ടോ വളരെ കുറച്ചൊക്കെ സൂക്ഷിക്കണം. ഈ കാലത്ത് വലിയൊരു ആഫത്തുണ്ട്. എന്താണ് ആഫത്ത്? പെണ്ണുങ്ങളെ ക്ലാസ്. പെണ്ണുങ്ങൾക്ക് ക്ലാസ് എടുക്കല്ലേ, ആണുങ്ങൾക്ക് പിന്നെ അതിനൊന്നും ഒഴിവുണ്ടായല്ലോ, അവർക്കൊക്കെ വ്യൂറുണ്ടല്ലോ. എന്നിട്ട് എന്ത് ചെയ്യും? പെണ്ണുങ്ങളെ ക്ലാസ് എടുക്കുന്ന ഉസ്താദന്മാരെല്ലാവർക്കും നമ്പർ കൊടുക്കും. ഈ നമ്പറിൽ കൂടി വലിയ മുസീബത്ത് വരുന്നുണ്ട്. എന്തിനാ ഈ നമ്പറിൻ്റെ ആവശ്യം? നേരെ മറിച്ചുകൊണ്ട് അടുത്ത ക്ലാസ് വരുമ്പോൾ സംശയം അവിടുന്ന് നേരിട്ട് തന്നെ ചോദിച്ച് തീർത്താൽ പോരെ. അപ്പം ഇതൊക്കെ ആഫത്താണ്, ഇതൊക്കെ വലിയ ആഫത്താണ്. അത് വളരെ സൂക്ഷിക്കേണ്ടതാണ്. കമ്മിറ്റിക്കാരൊക്കെ പ്രത്യേകം സൂക്ഷിക്കണം. അങ്ങനെ ഉസ്താദിനെയും പെണ്ണുങ്ങളാണ് ഒഴിച്ചുവിടരുത്. സാഹചര്യങ്ങൾ വളരെ മോശമാണ്. വളരെയധികം നമ്മൾ സൂക്ഷിക്കണം, വളരെയധികം നമ്മൾ സൂക്ഷിക്കണം. ഖുലിഖൽ ഇൻസാനു ദഈഫ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഒരു യുവതിയും ഒരു യുവാവും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ക്ഷമിക്കാൻ വളരെ പ്രയാസപ്പെട്ട രീതിയിലാണ് മനുഷ്യനെ അള്ളാഹു പടക്കപ്പെട്ടുള്ളത്. ആണിനെയും പെണ്ണിനെയും എന്തുകൊണ്ട് ആണിനെയും പെണ്ണിനെയും അള്ളാഹു പടച്ചത് നുത്ഫത്ത് കൊണ്ടാണ്, അല്ലേ? അപ്പോൾ വളരെയധികം സൂക്ഷിക്കപ്പെടേണ്ട കാലമാണ്. ഇപ്പം നമ്മൾ ഇർഫാനികളായാലും വേറെല്ലാവരും അടുക്കും ചുറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. വളരെയധികം നമ്മൾ സൂക്ഷിക്കപ്പെടേണ്ട കാലമാണ്. എങ്ങനെയും തോന്നിയ പോലെ ഇവിടുന്ന് ശരിക്കും അടുക്കും ചുട്ടിയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെ ഇസ്ലാമിൻ്റെ ശിആർ
വമൻ യുഅള്ളിം ശആയിറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഉഖറവിയായിരിക്കുന്ന ആലിമ്യങ്ങളുടെ ലക്ഷണം ഷിആർ, ആ തലീക്കെട്ട്, നെറ്റി വെളിവാക്കുന്ന നിലക്കുള്ള തലീക്കെട്ട്. അപ്പോൾ നമ്മളെ മുത്തഅല്ലിമീങ്ങൾക്ക് നമ്മളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളെ ഉസ്താദന്മാർക്ക് അതങ്ങനത്തെ ഒക്കെ നിർദ്ദേശമാണ് ഉള്ളത്. വേറെ ഓർക്കൊരു ബുദ്ധിമുട്ടില്ല, ഒന്നും അറിയാനില്ല. ഓർക്ക് ആ കുട്ടികളെ ചിട്ടയും വകുപ്പൊക്കെ നോക്കി ഓതിക്കൊടുത്ത് എടുക്കേണ്ട പരിപാടിയില്ല. ബാക്കി ഇതിൻ്റെ എങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ഞാൻ ഓലെ അറിയിക്കലില്ല, അവരെ ബുദ്ധിമുട്ടിപ്പിക്കലില്ല. ഓലെ അത് അക്കാര്യം റാഹത്താക്കിയാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ അത് നമ്മൾ ചിട്ടയിൽ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ആ തലീക്കെട്ടിൻ്റെ ഷിയാർ അല്ലേ? ആ മുമ്പിനിങ്ങൾ പണ്ടുള്ള ആലിമ്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നല്ലോ തലയിൽ നെറ്റിമറച്ചതായ ഒരു ആലിമിനെ ഞാൻ കണ്ടിട്ടില്ല പണ്ട്. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വളരെയധികം സൂക്ഷിക്കണം. അത് ആദാബിൽപ്പെട്ടതാണ്, അത് ചിട്ടയാണ്, അത് ഇസ്ലാമിൻ്റെ ഷിആറാണ്. അതേപോലെ തന്നെ ചന്തി മറിയുന്ന കുപ്പായം, അതൊക്കെ ഒരു മൂല്യർക്ക് ഒരു ഇമാമിനക്ക് നല്ലതാണ്. അല്ലേ? ചന്തി മറിയുന്ന സുജൂദ് ചെയ്യുമ്പോൾ ഒക്കെ ചന്തി മറിഞ്ഞിട്ടില്ലെങ്കിൽ ബാക്കിൽ നിൽക്കുന്ന ഒരവസ്ഥ എന്താണ്? ഇമാമിനതറിയോ? അപ്പം അതൊക്കെ നാണം കെട്ട പരിപാടിയാണ്. അതിലുള്ള മനുഷ്യന്മാരെ മാതിരിയല്ലല്ലോ ഇപ്പോൾ. അപ്പോൾ അത് ഒരു ചന്തി മറിയുന്ന കുപ്പായവും അത് നമ്മളെ കുട്ടികൾക്കൊക്കെ അത് വളരെ നിർബന്ധമാണ്. അതേപോലെ തന്നെ ഓരോ 1.25 മീറ്ററിൻ്റെ തലപ്പാവാണിപ്പോൾ ഇവിടെ കോട്ട് വാങ്ങാതിരിക്കുന്നവർക്കൊക്കെ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. 1.25 മീറ്റർ. ഇന്നലെ കുറച്ചൊക്കെ ഒരു തലയിൽ അത്യാവശ്യം ഒരു തലയിക്കെട്ട്, കുറച്ചൊക്കെ ലേശമൊക്കെ ഒരു ബർക്കത്ത് വേണ്ടേ? അതിനൊരു 1.25 മീറ്ററിൻ്റെ തലയിക്കെട്ട് അവർക്ക് കൊടുക്കുന്നത്. അത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ. അതേപോലെ തന്നെ വലിയ കരയുള്ള തുണി, ഇതൊന്നും ഒരു ഇസ്ലാമിനൊരു മുസ്ലിംക്ക് യോജിച്ചതല്ല. വലിയ കര ചില മൂല്യന്മാരൊക്കെ ഉണ്ടാവും. അത് നമ്മളെ കുട്ടിക്ക് ഇർഫാനികൾക്കൊന്നും യോജിച്ചതല്ല, അത് കൊടുക്കൂല, വളരെ സൂക്ഷ്മം. എന്നപോലെ തന്നെ ഇപ്പോണ്ടൊരു യാതി ഈ ടാറ്ററിൻ്റെ ടയർ പോലത്തെ വാച്ച്, എവിടുന്ന് ഇറങ്ങിയതായി മുസീബത്ത്? എങ്ങനെയാണ്? വഖാലൽ മുനൂറുല്ലാഹി ഹഖാ വനൂറുല്ലാഹി ലാ യുഅ്താ ലിആസീം. ഉഖ്റവിയായിരിക്കുന്ന ആലിമീങ്ങളെ അവർക്ക് മാറ് കാണിച്ചുകൊണ്ട് ഞാൻ ഉഖ്റവി ആലിമാൻ ദുആ ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ദുആ ചെയ്യുക? എങ്ങനെയാണ് അവൻ ഉഖ്റവി ആലിമാവുന്നത്? ഇൽമിനെ വിറ്റിട്ട് ദുനിയാവിനെ പേടിക്കൂല അവർ. നമ്മൾ അപ്പോൾ ദുനിയാവിനെ കാണുമ്പോൾ കോടിയക്കാർ പോലെ ചെയ്യാ. എന്നെപ്പോൾ സ്നേഹിക്കാൻ എത്ര ആൾക്കാരുണ്ട്, പണക്കാർ. പക്ഷെ എനിക്ക് വില വേണ്ട, എനിക്ക് വില വേണ്ട. എനിക്ക് പാവങ്ങളെ പണവും സൗകര്യം, പിന്നെ സാരീങ്ങൾ നല്ല പണക്കാരുണ്ട്, നല്ല പണം കൊടുത്ത് പോലെടുത്ത്. അഗ്നിയാഉക്കും സുമഹാഅക്കും എന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി. നിങ്ങളെ കൂട്ടത്തിലുള്ള പണക്കാർ, ധർമ്മിഷ്ഠന്മാരായിരിക്കുന്ന പണക്കാർ, നല്ല പണം കൊടുക്കുന്നവർ, നല്ല പണക്കാർ, അവർ നമുക്ക് ഇഷ്ടം പോലെ തരുന്നുണ്ടല്ലോ. നമ്മളെ കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല അല്ലേ? പിന്നെ ഇതിനെ നമ്മൾ ഈ മോശപ്പെട്ട പണമല്ലോ എൻ്റെ ബാക്ക് കൂടി എന്നാൽ ഇസ്ലാമിനോട് അഡ്രസ് ഉണ്ടാവില്ല അല്ലേ? അങ്ങനെയല്ലേ സംഭവം? അപ്പോൾ അഗ്നിയാവുക്കും സുമആക്കും, നിങ്ങളുടെ നാട്ടിലുള്ള അഗ്നിയാക്കൾ, പണക്കാർ, സുമആക്കും ധർമ്മിഷ്ഠന്മാരാകുന്ന കാലം വന്നാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളൊരുപാട് കാലം ഇവിടെ ആവശ്യമുണ്ടെന്ന് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി പറയുന്നു. നിങ്ങൾ മരിക്കാനായിട്ടില്ല, നിങ്ങളിപ്പൊന്നും മരിക്കാൻ പാടില്ല, നിങ്ങൾ മരിക്കാനായിട്ടില്ല. നിങ്ങളെ കൊണ്ട്, നിങ്ങളെ പണം കൊണ്ട് ഇവിടെ ദീനിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. നേരെ മറിച്ച് വാഗ്നിയാവുക്കും ബുഖലാവുക്കും, നിങ്ങളെ നാട്ടിലുള്ള പണക്കാർ ബഖീലന്മാരാണ്, നല്ല കാര്യത്തിന് ദീനിന് വേണ്ടി ചെലവ് ചെയ്യാത്ത പണക്കാരാണെങ്കിൽ അവനെ കൊണ്ട് ഈ ഭൂമി ലോകത്ത് ദീനിന് യാതൊരു ആവശ്യവുമില്ല, അവൻ മരിച്ചു കൊള്ളട്ടെ. നബിയുനാ റസൂലുള്ളാഹി. അതേപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ ദീനിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട്, പള്ളിയിലിരിക്കുന്ന ഇമാമാകുന്ന മുസ്ലിയാരെ നിങ്ങൾ കമ്മിറ്റി യോഗത്തിൻ്റെ അധ്യക്ഷനായിക്കൊണ്ട് അല്ലേ? അധ്യക്ഷൻ ഉസ്താദ്, പള്ളിയിൽ ഉസ്താദ് അധ്യക്ഷനായിരിക്കണം. മുസ്ലിയാരെ നിങ്ങളവിടെ ഇരിക്കും, നമ്മൾ തീരുമാനിക്കട്ടെ. എന്താ തീരുമാനിക്കണ്ടേ? അപ്പം ഇങ്ങനത്തെ കാലം വന്നാൽ വളരെയധികം ആഫത്താണ്.
അപ്പോൾ ഉമറാവും ഉലമാവും നന്നായിരിക്കും, അവരൊന്നിച്ചിട്ട് കൂടിയിരുന്നിട്ടാണ് ദീനിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഇമാമായിട്ടൊരാളെ നിശ്ചയിച്ചാൽ നിങ്ങളുടെ കമ്മിറ്റി മീറ്റിംഗ് കൂടുമ്പോൾ നിങ്ങൾ ഇമാമിനെ അധ്യക്ഷനാക്കണം. മനസ്സിലായില്ലേ? എന്നിട്ട് ദീനിൻ്റെ കാര്യം ചർച്ച ചെയ്യണം. മനസ്സിലായില്ലേ? എന്നിട്ട് ദീനിൻ്റെ കാര്യം ചർച്ച ചെയ്താൽ അത് ദീനിന് വലിയ വളർച്ചയാണ്. നബിയുനാ റസൂലുള്ളാഹി. നേരെ മറിച്ച് നിങ്ങൾ പരസ്പരം പെണ്ണുങ്ങളോട് ചോദിച്ചിട്ട്, പണക്കാരന് ബഖീലായിരിക്കുന്ന പണക്കാരൻ ഭാര്യനോട് ചോദിച്ചാൽ, എടി മൂല്യർ ഇങ്ങനെ പറയുന്നുണ്ട് പള്ളിയിൽ നിന്ന് അങ്ങനെ കൊടുക്കണം. മനുഷ്യ എന്താ നിങ്ങൾക്ക് പിരാന്താ? ഇങ്ങനെ പറയുന്ന ഭാര്യ നിങ്ങൾക്കുണ്ടായാൽ നീയും നിൻ്റെ ഭാര്യയും ജീവിക്കുന്നതിൽ ഖൈറില്ല, അവരെ കൊണ്ട് ദുനിയാവിൽ യാതൊരാവശ്യമില്ല. നബിയുനാ റസൂലുള്ളാഹി വബാതനുൽ അർളി ഖൈറും മിൻ ദഹരിഹാ. പെണ്ണുങ്ങളോടൊന്നും അങ്ങനത്തെ കാര്യമൊന്നും അന്വേഷിക്കരുത്. നമുക്ക് പ്രോത്സാഹനം തരുന്ന പെണ്ണുങ്ങളായിരിക്കണം. നമുക്ക് നിസ്കരിക്കാൻ സൗകര്യം ചെയ്തത് തരുന്ന പെണ്ണുങ്ങളായിരിക്കണം. നമുക്ക് വെള്ളിയാഴ്ച പള്ളിക്ക് നേരത്തെ പോയിട്ട് അൽക്കൗഫ് ഓതാൻ സൗകര്യം ചെയ്തു വരുന്ന പെണ്ണുങ്ങളായിരിക്കണം. മനസ്സിലായേ? ഇതാണ് പെണ്ണുങ്ങൾ, ഇതാണ് ഭാര്യന്മാർ. ഇങ്ങനത്തെവരെയാണ് നമ്മൾ കെട്ടിവലിക്കേണ്ടത്. അല്ലാത്തവരെ കെട്ടിവലിച്ചിട്ട് എന്താ കാര്യം? അള്ളാഹിൻ്റെ റസൂൽ പറയും, നിങ്ങളിവിടെ അങ്ങനത്തെ പെണ്ണുങ്ങളോട് മുസാവറ ചെയ്തിട്ട് ഇങ്ങനെ കാര്യം നടത്തുന്നവർ ഇവിടെ ആവശ്യമില്ല. ഇപ്പോൾ ബത്നുൽ അർളി ഖൈറും മിൻ ദഹരിഹാ, അവൻ മരിക്കലാണ് ഖൈർ എന്ന്. അവനെ കൊണ്ട് ദുനിയാവിലും ദീനിക്ക് യാതൊരു ആവശ്യമില്ല. ദീനിക്ക് ഗുണമില്ലാത്തവനെ കൊണ്ട് ദുനിയാവിൽ യാതൊരു ആവശ്യമില്ല എന്നാണ് അതിൻ്റെ ഉള്ളടക്കം പറയുന്നത്. ഇതാണ് അസ്റഫുൽ ഖൽഖ് പഠിപ്പിച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ദീനാണ് ഈ പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇസ്ലാമിൻ്റെ ചിട്ടകയിൽ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. പ്രത്യേകിച്ച് നമ്മൾ മൂല്യന്മാർ പ്രത്യേകിച്ച് സൂക്ഷിക്കണം. നമ്മളെ തലപ്പാവ് നമ്മൾ തലയിൽ കെട്ടുമ്പോൾ നമ്മളെ നെറ്റിമുഖമാണ്. മുഖം മറക്കരുത്. നമ്മൾ മുഖം മറച്ചുകൊണ്ട് നിസ്കരിക്കരുത്. തൊപ്പിൻ്റെ മേലും തലയെക്കെട്ടിൻ്റെ മേലും നമ്മൾ നിസ്കരിക്കാൻ പാടില്ല, സുജൂദ് ചെയ്യാൻ പാടില്ല. അല്ലേ? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമില്ലേ സുജൂദ്? അള്ളാഹിൻ്റെ അർശിൻ്റെ ചോട്ടിലല്ലേ സൂര്യൻ പോയിട്ട് ദിവസം സുജൂദ് ചെയ്യുന്നത്? എവിടെയാണ് അള്ളാഹുവിൻ്റെ അർശ്? സൂര്യന് കടലിക്കാ പോയിട്ട് ചാടുന്നത്. പിന്നെ എന്താ അള്ളാഹിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞത്? അർശിൻ്റെ ചോട്ടിലാ പോയിട്ട് സുജൂദ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ അള്ളാഹിൻ്റെ അർശിൻ്റെ ചോട്ടിലായിട്ട് നമ്മൾ സങ്കല്പിക്കണം. അതിന് എല്ലാവർക്കും സാധ്യമല്ല. അതിന് അള്ളാഹുവിൻ്റെ മഹത്തുക്കൾക്ക് മാത്രമേ സാധിക്കൂ. എങ്കിലും നമ്മളുടെ ശരീഅത്തിൻ്റെ ലാഹിറനുസരിച്ച് കൊണ്ട് നമ്മളത് സങ്കല്പിച്ചിട്ട് അള്ളാഹുവിനാണ് സുജൂദ് ചെയ്യുന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനാണ് സുജൂദ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, മേലെയായ റബ്ബിനെ ഞാൻ സ്തുതിക്കുന്നു. അല്ലേ? നെറ്റ് കുത്തുന്നത് താഴെ, പറയുന്നത് മേലെയായ റബ്ബിനെ ഞാൻ സ്തുതിക്കുന്നു. അപ്പോൾ ഇത് നമ്മളുടെ സങ്കല്പനമാണ്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞത് അതാണ്. കഅബത്തിൻ്റെ അടുത്ത് നീ നെറ്റിക്കുത്ത് സുജൂദ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ആലോചിക്കണം. ഇത് ഭൂമിയിലാണ് നീ നെറ്റിക്കുത്തുന്നതെന്ന് ആലോചിക്കണം. അള്ളാഹുവിനിക്കാണ് സുജൂദ് ചെയ്യുന്നതെന്നും അള്ളാഹുവിൻ്റെ അർശിൻ്റെ ചുവട്ടിലാണ് മുഅ്മിനീങ്ങളുടെ സുജൂദ് എന്നും അള്ളാഹുവും അള്ളാഹുവിൻ്റെ അടിമയും ഏറ്റവും അടുത്ത സമയം സുജൂദിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. ഒക്കെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അങ്ങോട്ട് എന്തല്ലാണ്ട് അങ്ങോട്ട് തലകുത്തി മറിയരുത്. വളരെ സൂക്ഷ്മത, മിലാഖുദ്ദീനിയൽ വറഉ, സൂക്ഷ്മത നമുക്ക് വേണം. അല്ലേ? സൂക്ഷ്മത, അല്ലാഹുവിൻ്റെ ദീനിൻ്റെ കാര്യം, അതിൽ നമുക്ക് വളരെയധികം സൂക്ഷ്മത വേണം. ഇതാണ് അഷ്റഫുൽ ഖൽഖ് പഠിപ്പിച്ചത്. പരിശുദ്ധ മക്കയിൽ ജനിച്ചതായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വഫാത്തായിരിക്കുന്ന നബി. അപ്പോൾ ബഹുമാനപ്പെട്ട മഹത്തുക്കൾ പറയുന്നു, അഷ്റഫുൽ ഖൽഖിൻ്റെ നൂറ്, ആ പ്രകാശം അവിടെ കൊണ്ടുപോയി വെച്ചതിൻ്റെ ശേഷം എത്രയാണ് അവിടുത്തെ കൂലി എന്ന് പറയാൻ സാധ്യമല്ല. എത്രയാണ് റഹ്മത്ത്, എത്ര കൂലി എന്ന് പറയാൻ സാധ്യമല്ല. അഷ്റഫുൽ ഖൽഖ് പിന്നെ അവിടെ കൊണ്ടുപോയി വെക്കുന്നതിൻ്റെ മുമ്പ് 1000 റഹ്മത്താണ് പ്രഖ്യാപിച്ചത്. അള്ളാഹിൻ്റെ റസൂൽ മദീനത്തെ പള്ളി ഉണ്ടാക്കിയപ്പോൾ അതിന് 1000 കൂലിയാണ്, റഹ്മത്താണ് അന്ന് പ്രഖ്യാപിച്ചത്. പിന്നെ ആ 100 അവിടെ കൊണ്ടുപോയി വെച്ചതിൻ്റെ ശേഷം
എത്രയാണെന്ന് അല്ലാഹുക്കല്ലാണ്ട് കണക്കാക്കാൻ സാധ്യമല്ല. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഇത്രയും കാലം ഇവിടെ ഇപ്പോൾ 1000 റഹ്മത്തല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം നമ്മൾ പോയത് അല്ലേ. ഇവിടെ മൗലവിമാർ പറഞ്ഞു തന്നിട്ടുണ്ട്, മദീനത്ത് വെച്ചിട്ട് നമ്മളൊരു ഇബാദത്തെടുത്താൽ 1,000 ഒരു റക്അത്തിന് 1000 റക്അത്താണെന്ന്. ബഹുമാനികളെ, അത് അഷ്റഫുൽ ഖൽഖ് അവിടെ കിടക്കുന്നതിൻ്റെ മുമ്പാണ്. ആ നൂറ് അവിടെ കൊണ്ടുപോയി വെച്ചതിൻ്റെ ശേഷം എത്രയാണ് അവിടുത്തെ കൂലി എന്ന് കണക്കാക്കാൻ സാധ്യമല്ല. നബിയുനാ മുഹമ്മദുൻ ഖദ് ഉർസില ലിൽ ആലമീന റഹ്മതൻ വഫാദില മൗലിദുഹു ബി മക്കത്തൽ ആമീന വഫാതുഹു ബി തൈബത്തിൽ മദീന. ആ സ്വർഗപൂങ്കാനമാവുന്ന ആ സ്വർഗത്തിലാണ്, മദീനയിലാണ് അഷ്റഫുൽ ഖൽഖിൻ്റെ നൂറ് കൊണ്ടുപോയി വെച്ചത്. ആ പൂത്തോട്ടത്തിൽ സ്വർഗത്തിലെ പൂത്തോട്ടങ്ങളാണ്, സ്വർഗത്തിലെ പൂങ്കാവനമാണ്, പൂത്തോട്ടമാണ് മദീനം എന്ന് പറയപ്പെടുന്നത്. സ്വർഗത്തിലേക്ക് നിശ്ചയിക്കപ്പെടുന്ന കൊണ്ടുപോകുന്ന മനുഷ്യൻ അള്ളാൻ്റെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭൂമി ലോകത്ത് ആയങ്കടലിൽ പടക്കപ്പെട്ടിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രകാശത്തിൻ്റെ മനുഷ്യൻ ആയങ്കടലിൽ സ്വർഗപ്രകാശത്തിൻ്റെ മനുഷ്യങ്ങളുണ്ട്, വലിയതായിരിക്കുന്ന പൂത്തോട്ടങ്ങളുണ്ട്. ഭൂമി ലോകത്ത് 2 നദി, 2 പുഴ, അത് രണ്ടും സ്വർഗത്തിൻ്റെ നദിയാണ്, പുഴയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് അല്ലേ. നീൽ നദിയും മറ്റേ യൂഫ്രട്ടീസും ഒക്കെ ഇങ്ങനെ 2 പുഴ സ്വർഗത്തിലെ പുഴയാണ്. അപ്പോൾ അതങ്ങനെ തന്നെ സ്വർഗമാക്കിയിട്ട് എങ്ങനെയാണ് ഇവിടെ മഹ്ശറ, ഈ ഭൂമി ലോകത്ത് മഹ്ശറ അനുഭവപ്പെടുക നബി എന്ന് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല, യൗമ തുബദ്ദലുൽ അർളു ഗൈറുൽ അർളി വസ്സമാവാതു വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഈ ഭൂമിനെ മറ്റൊരു ഭൂമിയായിട്ട് മറിക്കപ്പെടും ആയിഷ എന്ന് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെയാണ് മാറ്റം വരുത്തൽ? അപ്പോൾ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, ഒരു തട്ടാൻ്റെ അടുത്ത് ഒരു ആഭരണം, ഒരു പൊന്ന്, ഒരു പവന് കൊണ്ട് കൊടുത്തിട്ട് അവന്ന് കാവകർണമാക്കി തരുന്നത് പോലെയാണ്. ഉണ്ടോ അതിനെ മാറ്റപ്പെടുത്തൽ? അത് നമുക്ക് ആ കോലത് പൊന്നായിട്ട് എല്ലാം തരിക, ആഭരണമാക്കിയിട്ട് എന്നതുപോലെയാണ് ഇതിനെ മാറ്റപ്പെടുത്തുക എന്ന്. അപ്പോൾ ഇവിടെ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ അനമദീനത്തുൽ ഇൽമി വലിയും ബാബുഹ, ഇങ്ങനെ അതേപോലെ തന്നെ മാ ബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി. ഇങ്ങനൊരു സ്ഥലം റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞൊരു സ്ഥലം അള്ളാഹിൻ്റെ റസൂൽ അള്ളാഹ് പടച്ചിട്ടുണ്ട്. ഭൂമി തന്നെ പടച്ചിട്ടുണ്ട് ഒരു സ്വർഗത്തോപ്പ്. ഇത് സ്വർഗത്തോപ്പാണ്. എൻ്റെ ഖബറിന്ന സ്ഥലത്താണ്, ഞാൻ ഇരിക്കുന്ന എൻ്റെ മിമ്പറിന്ന സ്ഥലത്താണ്. ഇന്ന് മിമ്പർ എങ്ങനെ ഉണ്ടാക്കി, എങ്ങനെയാണ് മിമ്പർ? ഇതൊക്കെ നമ്മളെ പാലിമീങ്ങൾ നമ്മളെ കഴിഞ്ഞ് നമുക്ക് മാതൃക കാണിച്ചു തന്ന പണ്ഡിതന്മാർ മിമ്പർ ഉണ്ടാക്കിയെന്ന് പള്ളിയിലാണ്, പള്ളിൻ്റെ മിഹ്റാബിൻ്റെ ഉള്ളിലല്ല, പുറത്ത്. ഇപ്പോൾ ഒക്കെ ഒരു കൂടുണ്ടാക്കിയിട്ട് ഇപ്പോൾ ബാർപ്പ് എഞ്ചിനീയറും കമ്മിറ്റിക്കാരുമാണ്. മൗലവിമാരുമായിട്ട് യാതൊരു ബന്ധമല്ല, പള്ളിയിലെ ഇമാമിങ്ങൾ ഉസ്താദന്മാരുമായിട്ട് യാതൊരു ബന്ധമല്ല, എഞ്ചിനീയറും കമ്മിറ്റിക്കാരും. ഇത് വലിയ മുസീബത്താണ്. എന്നിട്ട് മിഹ്റാബിൻ്റെ ഉള്ളിൽ വേറെ റൂമുണ്ടാക്കിയിട്ട് അതിൽ എല്ലാ കൂടാനും മിമ്പർ, മദീനത്തെ പള്ളിൻ്റെ മിമ്പർ നോക്ക്, പൊന്നാണിയിലെ മിമ്പർ നോക്ക്, പഴയകാലത്തുള്ള ജുമാഅത്ത് പള്ളി 300 ചില്ലാനം പഴക്കമുള്ള പള്ളിയിലെ നമ്മളെ പള്ളിൻ്റെ മിമ്പർ നോക്ക്, തളിപ്പറമ്പിലെ പള്ളിയിലെ മിമ്പർ നോക്ക്. ഇമാമിനെ ഖുതുബ ഓതുന്ന ഇമാമിനെ എല്ലാവർക്കും ശരിക്ക് കാണണം, പള്ളിയിലിരിക്കുന്നവർക്കൊക്കെ കാണണം. അതിനനുസരിച്ചാണ് ഇമാമ് മിമ്പർ ഇടേണ്ടത്. ഇത് കമ്മിറ്റിക്കാരൻ പറയാ, അത് നമുക്ക് രണ്ടാളെ സ്ഥലം വെറുതെ മുടങ്ങിപ്പോകല്ലേ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ മഹത്വക്കുള്ള പാരമ്പര്യത്തിൽ നിന്ന്, ആ കീഴ്വഴക്കത്തിൽ നിന്ന്, ആ അടിസ്ഥാനത്തിൽ നിന്ന് നമ്മൾ മാറി നിന്നു. എന്തെല്ലാം ആഫത്തുകളാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ഇമാമിന് മിമ്പറിൽ കയറിക്കൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് ഈ മുസ്ലിം സമൂഹത്തോട് ഒന്നിച്ചിരുന്നു കൊണ്ട് പറയുന്നത് എല്ലാ മുസ്ലിമീങ്ങളും കേൾക്കണം. അതിനനുസരിച്ചാണ് മിമ്പർ വേണ്ടത്. അപ്പോൾ മിഹ്റാബിൻ്റെ ഇപ്പുറത്തേക്കാണ് വേണ്ടത്. മനസ്സിലായി? ഇതൊക്കെ നമുക്ക് പറ്റിപ്പോയി. മിമ്പർ എങ്ങനെയായിരിക്കണം? എങ്ങനെ മദീനത്തെ പള്ളിൻ്റെ മിമ്പർ, എങ്ങനെ പൊന്നാണിപ്പള്ളിൻ്റെ മിമ്പർ?
ബഹുമാനപ്പെട്ട മഖദൂമ തങ്ങൾ കേരളത്തിൽ 32 മഖദൂമിങ്ങൾ വന്ന് അല്ലേ, 32 മഖദൂമിങ്ങൾ. അതിലങ്ങനെ പല ലോകത്തിൽ എല്ലാ ഭാഗത്തുണ്ട് മഖദൂമിങ്ങൾ കേരളത്തിലിപ്പോൾ. അവർ പല ഭാഗത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി അതിൽ പിന്നെ ഇങ്ങനെ പല വകുപ്പിലുണ്ട് മഖദൂമിങ്ങൾ. അപ്പോൾ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖദൂം എന്നവർ പറയുന്ന ആ വലിയതായിരിക്കുന്ന മഹാൻ അവരെടുത്ത കറാമത്ത് കണ്ടിട്ട് ഉസ്താദ് തന്നെ ഞെട്ടിപ്പോയതായിരിക്കുന്ന സംഭവമാണ്. അങ്ങനത്തെ മനുഷ്യൻ അത് ഞാൻ വിശദീകരിക്കുന്നില്ല, കുറേ പറയാനുണ്ട്. അങ്ങനത്തെ മൂപ്പര് പള്ളിക്ക് കുറ്റിടിച്ചത് രാശായനെ കൊണ്ടാണ്. മൂപ്പർക്ക് അറിയില്ലേ? കാരണം ഭൂമിൻ്റെ ശാസ്ത്രം അവരാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്. അത് അവർ അങ്ങനെ പറഞ്ഞു. എന്താ എങ്ങനെ കുറ്റിട്ടത്? ആശാരിനോട് പറഞ്ഞതാ നമ്മളെ കിബില കായബാണ് കാണിച്ചു കൊടുത്തു. പൊന്നാണിപ്പള്ളിയിൽ നിന്ന് കായബം അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. ഒരു കറുത്ത കാണുന്ന അത് നമ്മളുടെ കിബിലയാണ്. അതിന് നേരെ അങ്ങോട്ട് അടിച്ചു. എൻ്റെ മെമ്പർ എങ്ങനെ അല്ലേ, ഇങ്ങനെ ഉണ്ടാക്കിയ പള്ളിയാണ് പൊന്നാണിപ്പള്ളി. ആ ആശാരി പള്ളി ഉണ്ടാക്കിയപ്പോൾ ആശാരി മുസ്ലിമായി. ഖബർസ്ഥാനി ആയപ്പോൾ ആദ്യം ആശാരിനെ മറവ് ചെയ്തു. അതൊരു ഭാഗ്യമാണല്ലോ. ഒരു അമുസ്ലിം എന്ന് ചോദിച്ചു, എനിക്ക് മുസ്ലിം ആവണം, യുദ്ധത്തിൽ പങ്കെടുക്കണം. ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? യുദ്ധത്തിൽ പങ്കെടുക്കുകയാണോ ചെയ്യേണ്ടത്? അതല്ല ഞാൻ മുസ്ലിമായിട്ട് പിന്നെ യുദ്ധത്തിൽ പോവുകയാണോ ചെയ്യേണ്ടത്? അപ്പോൾ അള്ളാൻ്റെ റസൂല് പറഞ്ഞ് യുദ്ധത്തിൽ കലിമയല്ലാണ്ട് നീ മരിച്ചു പോയാൽ നിൻ്റെ കഥ പിന്നെ എന്താ അല്ലേ, നീ കാഫിറായിട്ടല്ലേ പോകുന്നത്. അപ്പോൾ കലിമ ചൊല്ലി എന്നിട്ട് മുസ്ലിമായിരിക്കും. അങ്ങനെയാ സഹാബത്ത് കലിമ ചൊല്ലിക്കൊടുത്ത് മുസ്ലിമായി യുദ്ധത്തിൽ പ്രവേശിച്ചു. ഉടൻ തന്നെ മരിച്ചു, ഷഹീദായി. ഉണ്ടോ? പെട്ടെന്ന്. ഇതല്ലേ പരിപാടി, ഇതല്ലേ അള്ളാഹുവിൻ്റെ മഹാന്മാരുടെ പരിപാടി. അപ്പം അങ്ങനത്തെ സംഭവമാണ്. ബഹുമാനപ്പെട്ട മഖദൂനങ്ങൾ എങ്ങനെയാണ് മിമ്പറിട്ടിട്ടുള്ളത്? രണ്ടാളെ സ്ഥലം പോകുന്നത് അവിടെ നോക്കിയിട്ടില്ല. ഇതൊക്കെ നമ്മളെടുത്ത് പറ്റിപ്പോയി. ഈ സിൻഫാനി മിന്നും മത്തീദാ സ്വലഹ സ്വലഹന്നാസു കുല്ലുഹും അല്ലുലമാഉ വല്ലുമറാ. എൻ്റെ സമൂഹത്തിൽപ്പെട്ട 2 സമൂഹം നന്നായാൽ ലോകം മുഴുവനും നന്നായി, ലോകത്ത് മുഴുവനും ദീനുണ്ടായി, എല്ലാ നാടുകളും നന്നായി, എല്ലാ കുടുംബങ്ങളും നന്നായി, എല്ലാം ദീനിൻ്റെ നാടുകളായി, ദീനിൻ്റെ കുടുംബം ദീനിയായ കുടുംബങ്ങളായി. അതെന്താണ്? അതാരാണ്? ലുലമാഉ വല്ലുമറാ. അപ്പോൾ നമ്മൾ ദീനിൻ്റെ കാര്യങ്ങൾ, പള്ളിയുടെയും മദ്രസിൻ്റെയും ദീനിൻ്റെയും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മളുടെ പള്ളിയിലെ ഇമാമ് നമുക്ക് അധ്യക്ഷനായിരിക്കണം, മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കണം. അതല്ലെങ്കിൽ അതിൽ വരുന്ന എല്ലാ കുറ്റങ്ങളും കമ്മിറ്റിക്കാർ ഏറ്റെടുക്കേണ്ടി വരും. വേറെ കുഴപ്പമൊന്നുമില്ല, മൂലർക്കൊന്നുമില്ല, കമ്മിറ്റിക്കാരെ ഏറ്റെടുക്കേണ്ടി. മനസ്സിലായില്ലേ? അപ്പം അതാണ് വേണ്ടത്. അപ്പം അതുകൊണ്ട് അതൊന്നും ഇല്ലാത്ത സംഭവം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് ആഫത്ത്. മിമ്പറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ആട്ടും കൂടുപോലെ ഒരാളാണ് കയറിപ്പോ എന്നിട്ട് ഒരു കസാലിക്ക് കുത്തിരിക്കുക. ഏത് പാരമ്പര്യത്തിലാണ്, എവിടുന്നാണ് ഇതൊക്കെ കിട്ടിയത്? ഞാനും മംഗലാപുരം ഭാഗത്തും അവിടെ 1-2 ജുമാക്കൊക്കെ തുടങ്ങാൻ പോയി. അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എനിക്ക് റായത്തായ സ്ഥലമാണെങ്കിൽ കുത്തുബോധാവെന്ന്. അപ്പോൾ മിമ്പർ പറ്റിയില്ല. മിമ്പർ മറ്റേത് ആട്ടും കൂടാണ്. കസാലയിലിരുന്നിട്ട് കുത്തുപോകുന്ന സംഭവം ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ 2-3 സ്ഥലത്തേ കുത്തുപോതിയിട്ടുള്ളൂ. അപ്പം ആ സ്ഥലത്ത് കുത്തുപോതിരുന്ന കാലത്ത് അടുത്ത ചുറ്റുഭാഗത്തുള്ള ആൾക്കാരൊക്കെ എൻ്റെ വെള്ളിയാഴ്ച അവിടെ കൂടുതൽ വരാറുണ്ടായിരുന്നു. അങ്ങനെ കുറഞ്ഞ സ്ഥലത്തേ ചെയ്തിട്ടുള്ളൂ. മനസ്സിലായി? പക്ഷേ ഈ ആട്ടുംകുഴി ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കൂല. അത് മെമ്പറായിരിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇതൊക്കെ ഇസ്ലാമിൻ്റെ ശിആറാണ്. ഇത് കണക്കിലെടുക്കേണ്ട കാര്യമാണ്. അല്ലാഹ് പറയാ, ഇത് കണക്കിലെടുക്കേണ്ട കാര്യമാണ്. ഇത് നമ്മളെടുത്ത് കമ്മിറ്റിക്കാരടുത്തും പറ്റിയതായിരിക്കുന്ന അപകടമാണ്, ആഫത്താണ്. മിമ്പർ പള്ളിയിൽ എല്ലാ മനുഷ്യന്മാരും കാണുമ്പോൾ മിമ്പറിൽ കയറിയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പരസ്യമായിട്ട് എല്ലാ മുഅ്മിനീങ്ങളോടും എല്ലാ മുഅ്മിനീങ്ങളെയും ഒറ്റമുഖമായി കൊണ്ട് കണ്ടിട്ട് എല്ലാ മുഅ്മിനീങ്ങളും ഇമാമിൻ്റെ മുഖം ഒരേ രൂപത്തിലായിട്ട് കണ്ടിട്ട് അങ്ങനെയാണ് നമുക്ക് ഖുതുബോധി തരുന്നത് എന്നിട്ട് പറയുന്നത് എന്താണ്? അതിലല്ലേ ഖുതുബയിൽ നമുക്ക് ശറത്താക്കിയിട്ടില്ലേ അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അല്ലേ? മുഅ്മിനീങ്ങൾക്കൊക്കെ, ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളും, പള്ളിക്ക് വന്നവർക്കും പള്ളിക്ക് വരാത്തവർക്കും ഒക്കെ. പെണ്ണുങ്ങളൊന്നും പള്ളിക്ക് വരൂല,
ഓൽക്കൊക്കെ അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. പടച്ചവനെ, ഈ കാണുന്ന മുഅ്മിനീങ്ങൾക്കൊക്കെ ഇതുപോലെ ലോകത്തുള്ള എല്ലാ ജുമുഅത്ത് പള്ളിയിലും ഒരുമിച്ച് കൂടുന്ന മുഅ്മിനീങ്ങൾക്കൊക്കെ പുറത്തു കൊടുക്കുക പടച്ചവനെ. അവരുടെ ഭാര്യമാർക്കൊക്കെ പുറത്തു കൊടുക്കുക പടച്ചവനെ. ഈ പുരുഷന്മാർക്കൊക്കെ പള്ളിയിൽ വരാൻ സൗകര്യം ചെയ്തു കൊടുത്ത് അവരുടെ ഭാര്യമാർക്കൊക്കെ പുറത്തു കൊടുക്കണേ പടച്ചവനെ. ഈ പാരമ്പര്യം നിലനിർത്തിയിട്ട് മരിച്ചു പോയതായിരിക്കുന്ന മുഅ്മിനീങ്ങൾ അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. എവിടെയാണ് ഇങ്ങനത്തെവരൊക്കെ ജീവിച്ചിരിക്കുന്നെങ്കിൽ അവർക്കൊക്കെ പുറത്തു കൊടുക്കുക. എങ്ങനെയാണ് ഇതുപോലത്തെ സംഭവം എവിടെയാണ് ലോകത്ത് നടക്കുന്നതെങ്കിൽ അവർക്കൊക്കെ പുറത്തു കൊടുക്കണം പടച്ചവനെ. അവർക്ക് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത മോമിനാത്തീങ്ങളൊക്കെ കവറിൽ കിടക്കുന്നുണ്ട്. ആ മോമിനാത്തീങ്ങളൊക്കെ കവറിൽ കിടക്കുന്നുണ്ട്. അവർക്കൊക്കെ പുറത്തു കൊടുക്കണം പടച്ചവനെ. മരിച്ചു പോകുന്ന സമയത്ത് ഖബറിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ പല വിധത്തിലുള്ള ദറജകളാണ്, പല